ഹായ് നമസ്കാരം. നെയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു യൂട്യൂബ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ്? പരീക്ഷ വരെ തീയിൽ കുരുത്തതാണ്. വെയിലത്ത് വാടുവോ? വാടില്ല. ഓക്കെ ആണോ? നിങ്ങളും പാടണ്ട, ഞാനും പാടണ്ട കേട്ടോ പരീക്ഷ വരെ. അപ്പൊ ഇന്നത്തെ ലൈവിന്റെ പ്രത്യേകതയുണ്ട്. ഒരുപാട് പ്രത്യേകതയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താ പ്രത്യേകത ചോദിച്ചാൽ ഈ ഗതാഗതത്തിന്റെ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഗതാഗതത്തിൽ നമ്മൾ സിവിലൈസേഷൻ പഠിച്ചു അല്ലെ, എല്ലാ കണ്ടന്റ്സും. ഇനി സിവിലൈസേഷൻ അപ്പുറം ഒരു ചോദ്യം ഇല്ല. ഇന്ന് മലയാളം പഠിച്ചു, കറണ്ട് അഫയേഴ്സ് പഠിച്ചു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതൊക്കെ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഞാൻ എന്റെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പറയല്ല, നിങ്ങൾ എന്റെ ക്ലാസ് എന്ന് ചിന്തിക്കേണ്ട. അതിലത്തെ ടോപ്പിക്സ്, അതിലെ കണ്ടന്റ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എയിംസിന്റെ ക്ലാസ് കണ്ടിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വളരെ സന്തോഷം. നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളുടെ വിജയം എന്ന് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. കുറച്ച് ചോദ്യമേ ഉള്ളൂ, പക്ഷെ ഒരുപാട് ഫാക്ട്സിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ആപ്പിന്റെ പേരാണ് ശ്രീ ലേണിംഗ് ആപ്പ് അല്ലേ? ശ്രീ ലേണിംഗ് ആപ്പ് അല്ലേ? ദിവസവും ഞാൻ വന്ന് പറയും, അത് നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥതയാണ്. ഓക്കെ, ശ്രീ ലേണിംഗ് ആപ്പ് ആണ്, പാലക്കാടാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗതാഗതമാണ് അതിലെല്ലാം, അതിന്റെ റോഡും റെയിലും തുറമുഖം എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് കംപ്ലീറ്റ് റിവിഷൻ നമ്മൾ ഗതാഗതമായിട്ട് തീർക്കും. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. എന്നെ പ്രാഗുണ്ടാവൂലേ? കുഴപ്പമില്ല, സാരല്ല. ആദ്യത്തെ ചോദ്യം എന്ന് പറയണത് ഏതായിരുന്നു ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് മക്കളെ? ഏതാണ്? സ്പീഡ് കുറയ്ക്കുക കേട്ടോ. ഓക്കെ. ഏതാണ് ആൻസർ? കമന്റ് ചെയ്തേ. ഏതാണ് ഏറ്റവും നീളം കൂടിയ ദേശീയപാത? ഒരൊറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ പറയാം. ഏതാണ് മക്കളെ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? പഴയ പേരെന്താണ്? പഴയ പേരെന്താണ്? കമന്റ് ചെയ്തേ. പഴയ പേരെന്താണ്? പഴയ പേരെന്താണ്? പഴയ പേരെന്താണ് ഇതിന്റെ? NH-44ന്റെ പഴയ പേരെന്താണ്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. NH7 അല്ലേ? പഴയ പേര് എന്താണ്? NH7 ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഇതാണ് NH7 ആണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്രയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അപ്പോ ഏതാണ് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? കമന്റ് ചെയ്തേ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലാസ്. എല്ലാ ചോദ്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നിങ്ങൾക്ക് യൂസ് ആണ്. ഞാൻ മാറി നിന്ന് തരാം, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഏതാണ് ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? ഏതാണ്? ഗോവയാണ് കേട്ടോ. ഏറ്റവും കുറവ് ഗോവയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലോ ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാ മക്കളെ? അത് ജമ്മു കാശ്മീർ ആണ്. ഏത് കേന്ദ്രഭരണം ആണെങ്കിൽ അത് ജമ്മു കാശ്മീർ ആണെന്നും കൂടി ഓർത്തു വെക്കുക. സെറ്റ് ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? കുറവാണെങ്കിലോ? ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറവുള്ളത് ഏതാണ്? കുറവ് ഏതാണ്? കുറവ് ഏതാണ്? ചണ്ഡീഗഡ് ആണ് കേട്ടോ. കുറവ് ഏതാണ്? ചണ്ഡീഗഡ് ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ്? അതാണ് NH-44. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഏതാണ് ചോദിച്ചാൽ അതാണ് ഏത്? NH-44. പഴയ പേര് ഏതാണ്? പഴയ പേര് ഏതാണ്? NH-7 ആണ് അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? കമന്റ് ചെയ്ത്. അതാണ് NH-966B. ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? ഏതാണ്? NH-966B. പഴയ പേരെന്താണ്? NH-47 കേട്ടോ. ഏതാണ്?
ഓക്കെ ആണോ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ഏതാണ്? വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ഇത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ഏത്? ഏതാണ്? NH966 B എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, റോഡ് ശൃംഖലയിൽ ലോകത്തിൽ 2ാം സ്ഥാനമുള്ള രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ. ഏതാണ്? റോഡ് ശൃംഖലയിൽ ലോകത്ത് 2ാം സ്ഥാനമുള്ള രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ വേറെ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് അല്ലെ? ഗ്രാൻഡ് ട്രങ്ക് റോഡ് അല്ലേ? ഇതൊക്കെ എത്ര പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ആരാണ് നിർമ്മിച്ചത്? ഷേർഷാ സൂരി അല്ലെ? ആരാണ്? ഷേർഷാ സൂരി ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ മക്കളെ? സെറ്റ് ആണോ? സെറ്റ് ആണോ? ഓക്കെ, ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്ന എവിടെ മുതൽ എവിടെയാണ്? കൊൽക്കത്ത മുതൽ അമൃതസർ വരെ. എവിടെയാണ്? കൊൽക്കത്ത മുതൽ അമൃതസർ ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇന്ത്യയിലെ അതുപോലെ തന്നെ ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് ആൻഡമാൻ ട്രങ്ക് റോഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്ന് NH4 ആണ് കേട്ടോ. ഇതാണ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞാൽ NH4 ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ആദ്യത്തെ ഏതാണ്? അതറിയില്ലേ? 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ USA ആണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അത് അറിയുന്നുണ്ട് ഞാൻ മിണ്ടാതിരുന്നത്. ഏതാണ്? ഓക്കെ, റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന പാത ഏതാണ്? റിപ്പബ്ലിക് ദിന പരേഡ് ഏതാണ്? റിപ്പബ്ലിക് ദിന പരേഡ് രാജ്പഥ് റോഡ് അല്ലെ? ഏതാണ്? രാജ്പഥ് റോഡ്. എവിടെയാണ് രാജ്പഥ് റോഡ്? എവിടെയാണ്? ന്യൂഡൽഹി ആണ് കേട്ടോ. ഏതാണ്? രാജ്പഥ് റോഡ് ന്യൂഡൽഹി ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനക്ഷമമായ വർഷം ഏതാണ് എന്നാണ് ചോദ്യം. ഏത് വർഷമാണ്? ഏത് വർഷമാണ്? ഏത് വർഷം? കമന്റ് ചെയ്തേ. 1995 അല്ലെ? 1995. 1965 എന്താ മക്കളെ? KSRTC നിലവിൽ വന്നു അല്ലെ? KSRTC നിലവിൽ വന്നപ്പോഴാണ് 1965 എന്നും കൂടി ഓർത്തു വെക്കുക. പിന്നെ 1999 എന്താണ്? കുറെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോ ഇത് മാത്രമായിട്ട് പഠിക്കാം. ഏതാണ്? 99 സുവർണ ചതുഷ്കോണം അല്ലെ? സുവർണ ചതുഷ്കോണമാണ്. ഏതാണ്? സുവർണ ചതുഷ്കോണമാണെന്ന് ഓർത്തു വെക്കുക. 1986 ആണെങ്കിലോ? ഏതാണ്? നാഷണൽ വാട്ടർവേ അല്ലെ? നാഷണൽ വാട്ടർവേ ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എവിടെയാണ്? ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ന്യൂഡൽഹി ആണ്. എവിടെയാണ്? ആസ്ഥാനം ന്യൂഡൽഹി ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? ഓക്കെ ആണോ? താഴെ തന്നിരിക്കുന്നവ വിലയിരുത്തുക. താഴെ തന്നിരിക്കുന്നവ വിലയിരുത്തുവാനാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് പഠിച്ചു പോകണം കേട്ടോ. എന്താണ്? ജമ്മു കാശ്മീരിനെ ശ്രീനഗറിലെ തമിഴ്നാട്ടിലെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് തെക്ക് വടക്ക് ഇടനാഴി എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണോ? അതെ അല്ലെ? ഏതാണ് ദേശീയപാത? ഏതായിരിക്കും? ദേശീയപാത 44 ആണ് കേട്ടോ. ആസാമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ തുറമുഖ പട്ടണമായ പോർബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കിഴക്കു പടിഞ്ഞാറ് ഇടനാഴി. ഏതാണ്? കിഴക്കു പടിഞ്ഞാറ്
ഇടനാഴി. ഓക്കെ ആണോ? നിങ്ങൾ കയ്യോടെ പഠിച്ചു പോവുക കേട്ടോ, വായിച്ചു പോവുക. ഓക്കെ, ഇന്ത്യയിലെ 4 വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. അതും ശരിയാണ്. ഇത് ദേശീയപാത ഏതാണ്? ഇത് 27 കേട്ടോ. ദേശീയപാത ഏതാണ്? 27 കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യയിലെ നാല് വലിയ മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അതിവേഗ ഗതാഗത ഇടനാഴി എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓപ്ഷൻ ഡി ആണ് വരിക. എല്ലാം ശരിയാണ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് ഏത്? സുവർണ ചതുഷ്കോണം. ഏതാണ്? ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് ഏത്? സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത നമുക്കറിയാം അല്ലെ. സുവർണ ചതുഷ്കോണം പതി ആരംഭിച്ച വർഷം എപ്പോഴാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തു. 1999 ജനുവരി 6. എപ്പോഴാണ്? 99 ജനുവരി 6 ആണ്. ആരാണ് പ്രൊജക്ടിന് തറക്കല്ലിട്ടത്? ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ? ആരാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ പദ്ധതി എല്ലാം നടപ്പിലാക്കുന്നതും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? പൊതുഗതാഗതത്തിനായി റോപ്പ് വേ സംവിധാനം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ഏതാണ് ആദ്യ നഗരം? ഏതാ മക്കളെ? വാരണാസി ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. വാരണാസി ആണ് കറക്റ്റ് ആൻസർ. 40 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. 40-50 അത്രയും കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പക്ഷെ എല്ലാം പഠിച്ചു പോവുക. ദെൻ അടുത്ത് ചേരുംപടി ചേർക്കുക. ഒന്ന് തുരങ്കങ്ങളാണ്, 2 സംസ്ഥാനമാണ്. പെട്ടെന്ന് ചേരുംപടി ചേർത്തേ. ഏതാണ് ആൻസർ? ഏതാണ് മക്കളെ ആൻസർ? 5ാമത്തെ ആൻസർ ഏതാണ്? കമന്റ് ചെയ്തേ. സി ആണോ? എങ്ങനെയാ സി വന്നത്? എങ്ങനെയാണ്? പീർപ്പഞ്ചൽ എവിടെയാണ്? ജമ്മു കാശ്മീർ ആണ് അല്ലെ. പീർപ്പഞ്ചൽ എവിടെയാണ്? ജമ്മു കാശ്മീർ. റോങ്ടാങ് ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശ് ആണ്. മലിഗുഡ എവിടെയാണ്? മലിഗുഡ ഒഡീഷയാണ്. ദെൻ കർബുഡ എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? ഓപ്ഷൻ സി വരാൻ കാരണം. ഓക്കെ ആണോ? ജവഹർ തുരങ്കം എവിടെയാണ്? ജവഹർ തുരങ്കം എവിടെയാണ്? അത് ജമ്മു കാശ്മീർ ആണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? പിന്നെ ചെനാനി നാശ്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെനാനി നാശ്രി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കും കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ റോഡ് തുരങ്കം പഠിച്ചല്ലോ, അതാണോ എന്ന്. നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ഏതാണ്? അതാണ് ചെനാനി നാശ്രി തുരങ്കം. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ചെനാനി നാശ്രി തുരങ്കം. ഓക്കെ ആണോ? എവിടെയാണ്? ജമ്മു കാശ്മീരിലാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ് സ്ഥിതി ചെയ്യുന്ന? ഏത് ദേശീയപാതയാണ്? ചോദിക്കും. ഏതാണ്? ദേശീയപാത 44 ആണ്. ഏതാണ്? 44 ആണ്. ഓക്കെ ആണോ? ഉദ്ഘാടനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ് കേട്ടോ. നരേന്ദ്രമോദിയാണ്. 2017 തോന്നുന്നു. 2017 തന്നെയാണ്. നരേന്ദ്രമോദിയാണ്. 2017 ആണെന്ന് ഓർത്തു വയ്ക്കുക. എത്രയാണ് നീളം? ചോദിക്കും. എന്താണ്? 9.2 കിലോമീറ്റർ ആണ്. എത്രയാണ്? 9.2 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇതിന്റെ പുതിയൊരു പേര് വന്നു. എവിടെയൊക്കെ നമ്മൾ ബന്ധിപ്പിക്കുന്നത്? ജമ്മു കാശ്മീരിനെയും അതുപോലെ തന്നെ ശ്രീനഗറിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഓർക്കോ. ഇതിന്റെ പുതിയ പേരെന്താണ്? ഈ ചെനാനി പുതിയ പേരെന്താണ്? വായിച്ചാൽ കിട്ടാത്തതുകൊണ്ട് പുതിയ പേര് വെച്ചു. ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം. എന്താണ്? ശ്യാമപ്രസാദ്
മുഖർജി തുരങ്കം. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ. സൈഫുൽ നിസാന്റെ നമ്പർ ഒക്കെ ഞാൻ ഓൾറെഡി തന്നാണ്. എന്തെങ്കിലും നെയിം സ്റ്റഡീസ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. then ഏഴാമത്തെ ചോദ്യം എന്താണ് ഏറ്റവും ചെലവ് കുറഞ്ഞ, ചെലവ് എന്നാണ് പറയാ കേട്ടോ, ചിലവല്ല, ചെലവാണ് കേട്ടോ. എന്താണ്? ചെലവ് എന്നാണ് വരിക. മലയാളത്തിൽ ചിലവ് വരും. എങ്ങനെയാണ് ചെലവ്? അങ്ങനെയല്ലേ അല്ലെ? ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഏതാണ്? എല്ലാവർക്കും അറിയാലേ, ജലഗതാഗതമാണെന്ന് നമുക്ക് വളരെ അറിയാം. PSC എന്നും ചോദിക്കും അല്ലെ നമ്മളോട്. ഏതൊക്കെയാണ്? ഓക്കെ ആണോ? ഏതൊക്കെയാണ്? ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് സ്ഥാപിതമായത് എപ്പോഴാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തു. എപ്പോഴാണ്? 1986 അല്ലെ? 1986 ഒക്ടോബർ 27-ാം തീയതിയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? ആദ്യത്തെ ഏതാണ്? നാഷണൽ വാട്ടർവേസ് ഒന്നാണും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതുപോലെ ഈ ദേശീയ ജലപാത നിയമത്തെ രാഷ്ട്രപതി അംഗീകരിച്ചൊരു വർഷമുണ്ട്. എപ്പോഴാണ്? 2016 അംഗീകരിച്ചട്ടോ. 2016 അംഗീകരിച്ചതും കൂടി മനസ്സിലാക്കി വെക്കുക. ഈ നിയമം അനുസരിച്ച് എത്ര ദേശീയ ആകെ ജലപാത എണ്ണം എത്രയാണ്? ഈ നിയമം അനുസരിച്ചിട്ട് എത്ര എണ്ണമാണ്? 111 കേട്ടോ. എത്രയാണ്? 111. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കള്? ചേരുംപടി ചേർക്കുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തോളൂ? ചേരുംപടി ചേർത്തോളൂ. എന്താണ് ആൻസർ നോക്കിയേ. പെട്ടെന്ന് ചേർത്തേ. ഏതാണ് ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ വരും അല്ലെ? ഓപ്ഷൻ എ വരും. എങ്ങനെയാണ്? നാഷണൽ വാട്ടർവേസ് 1 എവിടെയാണ്? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ അല്ലെ? ഏതാണ്? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ അല്ലേ? ഏത് നദിയിലാണ്? ഏത് നദിയാണ്? ഗംഗ, അതുപോലെ ഭഗീരഥി, ഹൂഗ്ലി. മെയിൻ ആയിട്ട് ഗംഗ ചോദിക്കും, എന്നാലും ഭഗീരഥി, ഹൂഗ്ലിയും ഉണ്ട്. 1620 കിലോമീറ്റർ ആണെന്നാണ് നമ്മുടെ CRT ബുക്കുകളിലൊക്കെ കണ്ടത്. എത്രയാണ്? 1620. ഗംഗയുണ്ട്, ഭഗീരഥിയുണ്ട്, ഹൂഗ്ലിയുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഗംഗ എന്ന് പറയും. ഓക്കെ ആണോ? സെറ്റ് ആണോ? നാഷണൽ വാട്ടർവേസ് 2 എവിടെ മുതലാണ്? എവിടെ മുതലാണ്? കമന്റ് ചെയ്തേ. സാദിയ മുതൽ ധൂബ്രി വരെ അല്ലെ? എവിടെ? സാദിയ മുതൽ ധൂബ്രി വരെ. ഏത് നദിയാണ് മക്കളെ? ഏത് നദിയാണ്? കമന്റ് ചെയ്ത്. ഏത് നദിയാണ്? ബ്രഹ്മപുത്ര അല്ലെ? ബ്രഹ്മപുത്രയാണെന്ന് ഓർത്ത് വെക്കുക. എത്ര കിലോമീറ്റർ ആണ്? 890 891 എന്നൊക്കെ പറയാം. നമുക്ക് കിലോമീറ്റർ നോക്കണ്ട, അത് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരും. എന്നിരുന്നാലും ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതിൽ കാണുന്നതൊക്കെ പറഞ്ഞാണ്, നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നാഷണൽ വാട്ടർവേസ് 3 എവിടെയാണ്? കൊല്ലം മുതൽ എവിടെയാണ്? കൊല്ലം മുതൽ കോഴിക്കോട്, അല്ലെങ്കിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം, രണ്ടും കാണുന്നുണ്ട്. കൊല്ലം മുതൽ കോട്ടപ്പുറവും കാണുന്നുണ്ട്, കോഴിക്കോടും കാണുന്നുണ്ട്. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കോഴിക്കോട് ആയത്. അങ്ങനെ നോക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? നാഷണൽ വാട്ടർവേസ് 4 എവിടെയാ മക്കളെ? വാട്ടർവേസ് 4 എവിടെയാണ്? കാക്കിനട മുതൽ പുതുശ്ശേരി വരെ. അവിടെ ഉണ്ടോ കാക്കിനട? അതേതാണ്? ഗോദാവരിയാണ് കേട്ടോ. ഏതാണ്? ഗോദാവരി കൃഷ്ണയാന്ന് ഓർത്തു. എവിടെയാണ്? ഗോദാവരി കൃഷ്ണയും ഉണ്ട് കേട്ടോ.
then national waterways ഏതാണ് 5 എവിടെയാണ് താൽച്ചാർ അല്ലെ താൽച്ചാർ മുതൽ പാരാദീപ് വരെ അല്ലെ അതും ഏതുണ്ട് മഹാനദിയൊക്കെ കാണുന്നുണ്ട് താൽച്ചാർ മുതൽ പാരാദീപ് വരെയാണെന്നും കൂടി ഓർത്തു വെക്കുക പിന്നെ നാഷണൽ വാട്ടർവേസ് 6 എവിടെയാണ് നാഷണൽ വാട്ടർവേസ് 6 ലക്കിപൂർ മുതൽ ബംഗ വരെ ബംഗ ആസാമാണ് കേട്ടോ പിന്നെ ആസാമാണെന്നും കൂടി ഓർത്തു വെക്കുക ബംഗ ആസാം ലക്കിപൂർ മുതൽ ആസാം വരെ ബംഗ കേട്ടോ ബംഗ ആസാമാണെന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ ആണോ സെറ്റ് ആണോ മക്കള് ഓക്കെ ആണോ ഏത് നദിയാണ് ബറാക്ക് നദി ഏതാണ് ബറാക്ക് നദി ഈ ഭാഗം ക്ലിയർ ആയോ അപ്പൊ ഈ ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ മക്കൾക്ക് ഓക്കെ ആണോ ഒരു ഹിമോജി ഒക്കെ ഇട്ടേ ഉറക്കം തൂങ്ങിയിരിക്കണ്ട കേട്ടോ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ ഏതാണ് കമന്റ് ചെയ്തേ ദേശീയ ജലപാത 5 ആണ് ഈസ്റ്റ് കോസ്റ്റ് അല്ലെ അപ്പൊ ദേശീയ ജലപാത 3 ഏതാണ് ദേശീയ ജലപാത 3 ഏതാണ് അത് വെസ്റ്റ് കോസ്റ്റ് ഏതാണ് വെസ്റ്റ് കോസ്റ്റും കൂടി ഓർത്തു വെക്കുക 5 ആണ് ഈസ്റ്റും 3 ആണ് വെസ്റ്റും എന്ന് കൊടുത്തു ഈ 3 കണ്ട നമ്മളിങ്ങനെ 3 എന്നല്ല എഴുതുക അപ്പൊ ഡബ്ല്യൂടെ ഇങ്ങനെ തിരിച്ചല്ല എഴുതുക അത് മാത്രം ഓർത്താൽ മതി അപ്പൊ 3 നമ്മൾ ഇങ്ങനെ ഡബ്ല്യൂടെ തിരിച്ച് എഴുതുകയാണെന്നും കൂടി ഓർത്താൽ മതി അപ്പൊ 3 നമ്മൾ ഇങ്ങനെ എഴുതുക ഇങ്ങനെ എഴുതുന്ന 3 ഇങ്ങനെയായി നോക്കുക അപ്പൊ ഏതാണ് മാറിപ്പോണ്ട കൺഫ്യൂഷൻ ആവണ്ട ഓക്കെ ആണോ സെറ്റ് ആണോ മക്കള് ഓക്കെ അല്ലേ പത്താമത്തെ ചോദ്യം ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദ്യം എവിടെയാണ് കമന്റ് ചെയ്തേ നോയിഡ അല്ലെ നോയിഡയാണ് എവിടെയാണ് UP ആണ് അല്ലെ നോയിഡ എവിടെയാണ് UP ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക എവിടെയാ മക്കളെ നോയിഡ ഓക്കെ ആണോ അപ്പൊ കൊൽക്കത്ത എന്താണ് പറഞ്ഞേ കൊൽക്കത്ത കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനമാണ് കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനമാണ് ഏത് കൊൽക്കത്ത എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഗായ്ഘട്ട് എന്താണ് ഗായ്ഘട്ട് എന്താണ് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനമാണ് ഗായ്ഘട്ട് എന്നും കൂടി ഓർത്തു വെക്കുക ഓക്കെ ആണോ സെറ്റ് ആണോ ഗായ്ഘട്ട് പാട്നയാണ് കേട്ടോ എവിടെയാണ് പാട്നയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക വീണ്ടും എന്ത് ചെയ്യാ നമ്മൾ അങ്ങോട്ട് ചേരുംപടി അന്ന് ചേർത്തേ ഏതാണ് വരിക ആൻസർ ഏതാണ് വരിക മക്കളെ കൊച്ചി എവിടെയാണ് കൊച്ചി പശ്ചിമ തീര തുറമുഖങ്ങളാണ് കേട്ടോ പെട്ടെന്ന് എന്താണ് കൺഫ്യൂഷൻ അടിക്കണ്ട തുറമുഖങ്ങളാണ് നോക്കിയേ കൊച്ചി നമുക്കറിയാം കേരളമാണെന്ന് അറിയാലേ രണ്ടാമത്തെ ജവഹർലാൽ നെഹ്റു എവിടെയാണ് അത് മഹാരാഷ്ട്രയാണ് ദീൻ ദയാൽ എവിടെയാണ് ഗുജറാത്ത് ആണ് ന്യൂ മാംഗ്ലൂർ എവിടെയാണ് കർണാടകയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണോ എല്ലാം സെയിം ഓപ്ഷനോ മക്കളെ ഒന്ന് ക്ഷമിക്കുക നമ്മുടെ എന്ത് ചെയ്യാം എല്ലാം ഞാൻ ആ കാവ്യയോട് അപ്പോഴും പറയാറുണ്ട് കാവ്യയെ ഒന്ന് ശ്രദ്ധിക്കുന്ന കാവ്യക്ക് മൊത്തം തിരക്കാണ് ഞാൻ അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ടാണ് ക്ഷമിക്കുക എന്ത് ചെയ്യാ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ ഇന്ന് രാവിലെ ഞാൻ തെറ്റിച്ചതിനെ ഇന്നലെ SC കുറെ ചീത്ത പറഞ്ഞു ഇന്നലെ കരഞ്ഞിട്ടൊക്കെയായിരുന്നു ടൈപ്പ് ചെയ്യാനില്ല അതുകൊണ്ടായിരിക്കും ഒന്ന് ക്ഷമിക്കുക എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത് മാത്രം നോക്കി ആൻസർ കിട്ടിയല്ലോ നിങ്ങൾ ഞാൻ പറ്റിച്ചതാണ് നിങ്ങൾക്ക് അറിയോ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം കേട്ടോ ഓക്കെ ആണോ
ഓക്കെ. ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങൾ എത്രയാണ്? ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങൾ എത്രയാണ്? 13 അല്ലെ. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങൾ എത്രയാണ്? 13 എന്ന് മനസ്സിലാക്കുക. 13ാമതായി വന്നത് ഏതാണ്? ഏതാണ് 13? പോർട്ട് ബ്ലെയർ അല്ലെ. 13ാമത് പോർട്ട് ബ്ലെയർ അല്ലേ? അല്ലേ? ഓക്കെ ആണോ? കമന്റ് വരുന്നില്ല അല്ലെ? ഏത് വർഷമാ വന്നത് പോർട്ട് ബ്ലെയർ? ചോദിച്ചിട്ടുണ്ട്. 2010 വന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. എത്രയാണ്? 2010 കൂടി മനസ്സിലാക്കി. മേജർ തുറമുഖങ്ങളുടെ ഒക്കെ നിർവഹണം ആരാ വഹിക്കുക? കേന്ദ്ര തുറമുഖ വകുപ്പാണ്. കേന്ദ്ര തുറമുഖ വകുപ്പാണ് ട്ടോ. കേന്ദ്ര തുറമുഖ വകുപ്പാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ മൈനർ തുറമുഖങ്ങളാണെങ്കിൽ അതത് സംസ്ഥാനമാണ്. ആരാണ്? മൈനർ ആണെങ്കിൽ അത് സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് ആര്? നമ്മൾ അപ്പോഴേ പറഞ്ഞ റോഡ് ദൈർഘ്യം പോലെ തുറമുഖങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയാണെന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ഏറ്റവും കൂടുതൽ അപ്പൊ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ളത് മഹാരാഷ്ട്ര ആണെങ്കിൽ മേജർ തുറമുഖങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ? തുറമുഖം മഹാരാഷ്ട്ര. ഏറ്റവും മേജർ ആണെങ്കിൽ അത് തമിഴ്നാടാണ്. മാറിപ്പോവല്ലേ, തമിഴ്നാടാണും കൂടി ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഞാൻ എന്താ പറഞ്ഞേ? ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ളത് മഹാരാഷ്ട്രയും മേജർ തുറമുഖമുള്ളത് ഏതാണ്? തമിഴ്നാടാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ആരാണ് നിയന്ത്രിക്കുന്നത്? അത് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ആരാണ്? പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. 1980 വന്ന പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഈ തുറമുഖങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? മനസ്സിലാവണ്ട? തുറമുഖങ്ങൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയാണ്. മേജർ ആണെങ്കിൽ തമിഴ്നാടാണ്. സെറ്റ് അല്ലേ മക്കള്? Then 12ാമത്തെ ചോദ്യം. താഴെ പറയുന്നത് വിലയിരുത്തുക. താഴെ പറയുന്നത് വിലയിരുത്തുക. ഓക്കെ. കുറച്ച് വെള്ളം കുടിക്കാം അല്ലെ. ഞാൻ തീയിൽ കുരുത്തതാണ്. വെയിലത്തൊന്നും പാടില്ല. കുഴപ്പമില്ല. ഏതാണ്? ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് മക്കളെ കേട്ടോ. നിങ്ങൾ ഈ പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ. 12ാമത്തെ ചോദ്യം ഏതാണ് മക്കളെ? താഴെ പറയുന്നത് വിലയിരുത്ത്. ഇന്ത്യയിൽ മേജർ തുറമുഖങ്ങളുടെ എണ്ണമാണ് 15 എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയല്ല അല്ലെ. നമ്മൾ എത്രയാ പറഞ്ഞത്? ശരിയാണോ? ശരിയല്ല. എത്രയാ നമ്മൾ പറഞ്ഞു? 13 അല്ലെ. അവസാനമായിട്ട് വന്ന് പോർട്ട് ബ്ലെയർ 2010 വന്നതാണ് നമ്മൾ പറഞ്ഞു. മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് അതത് സംസ്ഥാനമാണെന്ന് പറഞ്ഞു. തെറ്റല്ലേ? അല്ലേ? അല്ലേ? ഏതാണ്? കേന്ദ്രമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അല്ലെ. മൈനർ ആണെങ്കിൽ അത് സംസ്ഥാനം. ഓക്കെ അല്ലേ? ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് എന്ത് പറഞ്ഞ? തമിഴ്നാട്. നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്തു അല്ലെ. അതാരാണ്? മഹാരാഷ്ട്രയാണെന്ന് പറഞ്ഞു. ദെൻ ഇന്ത്യയിലെ തുറമുഖങ്ങളെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന്. അപ്പൊ ഏതാണ് ശരി? ഏതാണ് ശരി? ഏതാണ് ശരി? ഓപ്ഷൻ ഡി മാത്രമാണ് ശരി. 1, 2, 3 തെറ്റ്, 4 മാത്രമാണ് ശരി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് കാണ്ട്ല എന്ന് പറയുന്നു. കാണ്ട്ല നോക്കിയേ. ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേലിയേറ്റ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം എന്ന് പറയുന്നു. കാണ്ട്ല തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം അല്ലെ. ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതാണ് ദീൻ ദയാൽ തുറമുഖം നിർമ്മിച്ച വർഷം എപ്പോഴാണ്? ഇമ്പോർട്ടന്റ് ആണ്. 1950 എപ്പോഴാണ്? 1950 അല്ലെ.
ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ടാണ്. ഏതാണ്? ഫ്രീ ട്രേഡ് പോർട്ടാണ്. ഏത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫ്രീ ട്രേഡ് പോർട്ടാണ് ഏത്? ദീൻ ദയാൽ എന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നു അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് അല്ലെ. ഏതാണ്? ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറ് അല്ലെ, ഏറ്റവും പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ദീൻ ദയാൽ എന്ന് മനസ്സിലാക്കി വെക്കുക. ഏതാണ്? പഴയ പേര് കാണ്ട്ല തുറമുഖമാണെന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? താഴെ പറയുന്നത് തെറ്റായത് വിലയിരുത്തുക. തെറ്റായത് വിലയിരുത്തിയ മക്കളെ ഏതാണ്? തെറ്റായത് വിലയിരുത്താൻ പറഞ്ഞു. ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം അറിയപ്പെടുന്നത് നവശേവ തുറമുഖം എന്നാണ്. അത് ശരിയല്ലേ? ശരിയല്ലേ? ആണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യ മെഗാ കോസ്റ്റൽ സാമ്പത്തിക മേഖല നിലവിൽ വരുന്ന തുറമുഖമാണ് മുംബൈ തുറമുഖം എന്ന് പറയുന്നു. ശരിയാണോ? ആണോ? പയ്യെ പറയാം. മുംബൈ തുറമുഖം രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണോ മക്കളെ? അല്ല അല്ലെ, തെറ്റല്ലേ? ഏതാണ്? അത് ശരി. ഏതാണ്? ജവഹർലാൽ നെഹ്റു അല്ലെ. ജവഹർലാൽ നെഹ്റു തുറമുഖമാണെന്നും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഞാൻ പതുക്കെ പറയാം കേട്ടോ. ദെൻ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. നമ്മൾ പറഞ്ഞു അല്ലെ, 1950 വന്ന അല്ലെ, 1950 വന്നത് ഏതാണ്? ഇന്ത്യ വിഭജന സന്തതി എന്നറിയപ്പെടുന്നത് പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിൽ അല്ലെ. എവിടെ? ഗുജറാത്തിലെ കച്ചിലാണെന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന മുംബൈ തുറമുഖമാണെന്ന് പറയുന്നു. അത് ശരിയാണ്. ഓക്കെ ആണോ? അപ്പൊ ഏതൊക്കെയാണ് ശരി? 1, 3, 4 ഏതാണ്? 1 അങ്ങനെ സംഭവം ഇല്ലേ? 14ാമത്തെ സിയോ? അതെ, രണ്ടാമത്തെ മാത്രമാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതൊക്കെ മനസ്സിലാവുന്നുണ്ട് പറയുന്നത്? ഓക്കെ ആണോ? ഓക്കെ, സെറ്റ് ആണ് നിങ്ങള്. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് മഹാരാഷ്ട്രയാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയാണെന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? അതിന്റെ പുതിയ പേരാണ് എന്ത്? നവശേവ തുറമുഖം. എന്താണ്? നവശേവ തുറമുഖം. ഓക്കെ ആണോ? ഇതാണ് നവശേവ തുറമുഖം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ്. ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് ഏത്? ഈ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്നാണ് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമൊക്കെ ഏതാണ്? സ്വകാര്യവൽക്കരിക്കപ്പെട്ട തുറമുഖം അല്ലെ. സ്വകാര്യവൽക്കരിക്കപ്പെട്ട കണ്ടെയ്നർ പോർട്ടാണ് ഏതാണ്? ഈ ജവഹർലാൽ നെഹ്റു കേട്ടോ. അതിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം കൂടിയാണ് ഏത്? ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ തുറമുഖമാണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? മുംബൈ തുറമുഖം നമ്മുടെ മഹാരാഷ്ട്ര തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മുംബൈ തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ഏത്? ഈ മുംബൈ തുറമുഖം. ഓക്കെ ആണോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണ്? പരുത്തി തുറമുഖം അത് മുംബൈ ആണ്. ഏതാണ്? പരുത്തി തുറമുഖം ചോദിക്കും. അത് മുംബൈ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? സെക്കൻഡ് ഓപ്ഷൻ ഒന്നും കൂടെ. ഇന്ത്യയിലെ ആദ്യ മെഗാ കോസ്റ്റൽ സാമ്പത്തിക മേഖല നിലവിൽ വരുന്ന തുറമുഖമാണ് മുംബൈ എന്ന് പറഞ്ഞു അല്ലെ. അത് ഏതാണ് ആൻസർ? അതായത് കോസ്റ്റൽ എക്കണോമിക് സോൺ ആണ് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റൽ എക്കണോമിക് സോൺ ആണ്. അത് മുംബൈ അല്ല. അത് ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖമാണെന്നാണ് ആൻസർ. കറക്റ്റ്. നമ്മളവിടെ തെറ്റായിട്ട് മുംബൈ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണോ? തെറ്റാണോ മക്കൾക്ക്? ഓക്കെ.